തണുപ്പിലെ രാവിലെ തന്നെ അടുപ്പ് കായാൻ എന്തൊരു സുഖം. കാഞ്ഞ് മൂട്ട് പൊളിക്കണ്ട. ഇന്നെങ്ങാനും തീരോടെ നിന്റെ പാല് കൂടി. അച്ഛൻ്റെ ചെരുപ്പ് വന്ന പെട്ടിക്ക് അമ്മ അടുപ്പിലോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് അമ്മേ വെയിറ്റ്. എനിക്ക് കാർഡ്ബോർഡ് പെട്ടി വെച്ചിട്ട് ഒരു താജ്മഹൽ പണിയാനുള്ള ഐഡിയ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഷാജഹാൻ വരുന്നവരെ നമുക്കൊരു സിംഹത്തിൽ ഒതുക്കാല്ലേ. അങ്ങനെ മണ്ണിൽ അലങ്കാരമായിട്ട് കിടന്ന മഞ്ഞപ്പൂക്കൾ സിംഹത്തിനും ഒരു അലങ്കാരമായി. അലങ്കാരാണോ അലങ്കോലാണോ കമന്റിൽ പറയണേ. അല്ല കണ്ണാ ലയണാണ്. എങ്ങനെയാ ലയന്റെ സൗണ്ട്? തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊന്ന് കനാലിലെ മീനിന്റെ അറ്റൻഡൻസും എടുക്കാൻ പോയേ. ആരുടെയോ വീട്ടിൽ കയറിയിരിക്കുന്ന ഈ മയിലിനൊരു അറ്റൻഡൻസ് ആയാലും വീട്ടിലേക്ക് തിരിച്ചെത്താറായപ്പോഴേക്കും ഒരു കൂറ്റം മഴ. അടുക്കള ഭാഗത്തേക്ക് പോയതും ദണ്ടയുടെ ഒരു പ്ലേറ്റ് നിറയെ ചാണകം. പിന്നെ മനസ്സിലായതാ ഈ ആശാനെ അരച്ചു വെച്ചത്. രണ്ട് മുടിയിൽ തേച്ച കളറൊക്കെ ഫീഡ് ആയപ്പോൾ ഞാൻ പുതിയ പാക്കറ്റ് വാങ്ങിക്കാൻ ഇരിക്കുകയായിരുന്നേ. അപ്പോഴാണ് അമ്മേന്റെ നാച്ചുറൽ റെമഡി. മൈലാഞ്ചി കൂട്ടന്മാർ അമ്മേന്റെ കയ്യും ചോപ്പിച്ചു വിട്ടെ. വൈകുന്നേരം വട്ടി വെക്കുന്നതെന്നും പറഞ്ഞു കരഞ്ഞപ്പോൾ അച്ഛനൊരു പാക്കറ്റ് കടലമാവും കുറച്ച് ഉള്ളി അരിഞ്ഞു തന്നെ. അമ്മ സന്ധ്യ അവൾക്ക് എത്തിക്കാൻ പോയപ്പോഴേക്കും നമ്മളും എത്തിയിട്ടോ അവിടെ വാല് പോലെ. ഇനിയൊരു ഈശ്വര പ്രാർത്ഥനയായാലോ.